ഇനി ഉണ്ടാക്കുന്നത് മെക്സിക്കൻ പ്രോബയോട്ടിക് ഡ്രിങ്കായ ടെപ്പാച്ചെ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് പൈനാപ്പിളാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടായ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വാങ്ങിച്ച പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചൊന്ന് നല്ല ബ്രഷ് ഉപയോഗിച്ചൊന്ന് കഴുകണം കേട്ടോ. പൈനാപ്പിൾ നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം തൊലി കുറച്ച് ആഴത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ ഉള്ളിലത്തെ കട്ടിയുള്ള ഭാഗമല്ലേ, അതും കൂടി നമുക്ക് ടെപ്പാച്ച ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. പൈനാപ്പിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. ഇതൊരു മെക്സിക്കൻ ഡ്രിങ്ക് ആണല്ലോ, ഇതിന് അവരുടെ നാട്ടിലത്തെ ഒരു ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തിളപ്പിച്ച് ആറാൻ വേണ്ടി മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ജാറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും 2 ഗ്രാമ്പും 1 തക്കോലും 2 വലിയ പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ തൊലി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാതും മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമുക്കതൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് മൂടി വെച്ചിട്ട് 2-3 ദിവസം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലാണ് നമ്മളിത് വെക്കേണ്ടത്. ആ 2 ദിവസം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം 3 ദിവസം ആയിട്ടുണ്ട്, ഫെർമെൻറ്റേഷനൊക്കെ ആയിട്ടുണ്ട്, ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് 2 ദിവസം കൂടി റൂം ടെമ്പറേച്ചറിൽ വെക്കണം കേട്ടോ. രണ്ട് ദിവസം റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം കേട്ടോ ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർമെൻറ്റഡ് ഡ്രിങ്കാണ് ടെപ്പാച്ചെ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.